നമസ്കാരം. നമ്മുടെ പഴയ KSRTC ഡ്രൈവർ യദു നമ്മുടെ തിരുവനന്തപുരത്ത് സച്ചിൻ ദേവ് പഴയ MLA-യുടെയും പഴയ മേയർ ആര്യ രാജേന്ദ്രന്റെയും വിക്രസിന് അവരുടെ കുടുംബത്തിന്റെയും ഒക്കെ അഹങ്കാരത്തിന് ഗതിമുട്ടിപ്പോയ ഒരു പാവം സാധു, ജോലി പോയ ഒരു പാവം സാധു, ദിവസക്കൂലിക്കാരൻ. അയാൾക്ക് നിയമസഭയില് താൽക്കാലിക ഡ്രൈവറായി ഈ സർക്കാർ നിയമിക്കുന്നു എന്ന ഒരു വാർത്ത, സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കുമ്പോൾ എനിക്കത് ഇരട്ടി മധുരമാണ്. അതിന് കാരണമുണ്ട്. ആ കാരണമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ മുഴുവൻ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ കളിച്ചത്, ഏത് രീതിയിലാണ് കളിച്ചത് എന്നുള്ള പറയാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാം. ഏതായാലും ഇപ്പോൾ ഈ നിയമനം നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഡിഫറൻറ്റ് ആംഗിൾസിനും ഒരു പങ്കുണ്ട് എന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് ശേഷം ഏതാണ്ട് ഒരു മാസം 1.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കേസിൽ ഇടപെടുന്നത്. ആദ്യം ഇത്തരത്തിലൊരു സംഭവം നടന്നു. സ്വാഭാവികമായി ഒരു വാർത്ത, അത് നമ്മുടെ സുഹൃത്തുക്കളോട് വിളിച്ച് ചോദിച്ചു, എന്താണ് സംഭവം എന്ന് ചോദിച്ചു. മാധ്യമങ്ങൾ ചെയ്ത വാർത്ത അനുസരിച്ച് 1-2 വീഡിയോകൾ ചെയ്തു. ഏതാണ്ട് ഒരു മാസത്തോളം കഴിഞ്ഞപ്പോ ഇത് ചൂട് അണഞ്ഞ് ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മീഡിയകളെ സംബന്ധിച്ചിടത്തോളം, ചാനലുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, അവർക്ക് മെയിൻ സ്ട്രീം ചാനലുകൾ 1-2 ദിവസത്തെ ഒരു വാർത്ത, ഒരു ചൂടൻ വാർത്ത, ആ ചൂടൻ വാർത്തയ്ക്ക് വേണ്ടി അവർ എന്തും ചെയ്യും. യദുവിനെ പൊക്കിയെടുത്തങ്ങോട്ട് മേലെ വെക്കും, അതുപോലെ പലതും ചെയ്യും. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ആവശ്യം കഴിഞ്ഞാൽ പൊത്തോ താഴെ ഇടും, അവിടെ അടുത്ത വാർത്ത തേടിപ്പോകും. അവരുടെ രീതി അതാണ്. അങ്ങനെ അവർക്ക് പറ്റും. അതുകൊണ്ട് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ യദു ആരുമല്ലാതിരുന്ന ആയിപ്പോയ ഒരു സമയത്താണ് ഞാൻ അവിടെ ചെന്നിടപെടുന്നത്. ആദ്യം വക്കീലിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. വക്കീലിനെ ഞാൻ എൻ്റെ ചാനലിലൂടെ അദ്ദേഹത്തെ കൊണ്ടുവന്നു. അതിനുശേഷം യദുവിനെ വിളിച്ച് സംസാരിച്ചു. യദുവിനെ പലവട്ടം എൻ്റെ ചാനലിലൂടെ കൊണ്ടുവന്നു. അതിനുശേഷം ഇത് അണഞ്ഞു പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ യദു എന്ന ഒരു വികാരം, ഒരു പാവപ്പെട്ടവനെ, അങ്ങനെ ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യദു എന്നൊരു ചെറുപ്പക്കാരൻ ഏതോ ആന ആയതുകൊണ്ടോ ചേന ആയതുകൊണ്ടൊന്നുമല്ല. ഈ സംസ്ഥാനത്ത് അധികാരമുണ്ടെങ്കിൽ ഏതൊരു പാവപ്പെട്ടവനെ മൂലക്കിരുത്താം എന്നുള്ള ഒരു ധിക്കാരപരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടല്ലോ, ഒരു നിലപാട്, അതിനൊരു മറുപടി കൊടുക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. അത് കൊടുക്കാതിരുന്നാൽ പറ്റില്ല. അതുകൊണ്ടാണ് അത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ സമരമുഖത്തേക്ക് ഇറങ്ങാം, അതിനൊരു വേറിട്ട സമരമുഖം തുറക്കാം എന്ന് കരുതി. അതിന് ആള് വേണമല്ലോ, ആള് മനുഷ്യനും വേണമല്ലോ. ഞാൻ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ ടീമോ മാത്രം കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് പ്ലാൻ ചെയ്ത് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. ആ വാട്സപ്പ് കൂട്ടായ്മയെക്കുറിച്ചും യദുവിന്റെ വിവരങ്ങളെക്കുറിച്ചും എൻ്റെ ചാനലിൽ നിരന്തരം വീഡിയോകൾ ചെയ്തു. സ്വാഭാവികമായിട്ടും ഈ ഭരണത്തിൽ അമർഷമുള്ള, ഇതിനെക്കുറിച്ച് പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹം, ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം എൻ്റെ കൂടെ നിന്നു. അവരൊക്കെ എൻ്റെ ചാനലിലേക്ക് വന്നു. കൂട്ടത്തിൽ ശത്രുക്കളും വന്നു. ആ ശത്രുക്കളൊക്കെ പിന്നീട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയ കഥ ഞാൻ ഇതിന്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. ഏതായാലും അതിനുശേഷം ഇതിങ്ങനെ പോയാൽ പറ്റില്ല, സമരമുഖം തുറക്കണം എന്ന് തോന്നി. അങ്ങനെ ആദ്യമായി കുര്യൻ എന്ന ഒരു വയോവൃദ്ധൻ എറണാകുളത്ത് നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം ഒരു പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു. അതേ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് യദുവിനെ തിരുവനന്തപുരത്തും നിർത്തി, മന്ത്രിയുടെ ഓഫീസിന് മുന്നിലും നിർത്തി. ഒന്നുകിൽ ജോലി തരിക, അല്ലെങ്കിൽ പിരിച്ചുവിടുക. പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അയാൾ വേറെ കൂലിപ്പണി എടുത്തോളും. ഇത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിർത്തരുത് എന്ന് യദുവിനെ കൊണ്ടും പ്ലക്കാർഡ് പിടിപ്പിച്ചു. അതുപോലെ നമ്മുടെ കുര്യൻ സാറും പ്ലക്കാർഡ് പിടിച്ചു. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് എല്ലാ ജില്ലകളും ഈ സമരം നടന്നു. മീഡിയകളെല്ലാം റിപ്പോർട്ട് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ സർക്കാരിനൊരു വലിയ തലവേദനയായി. എല്ലാ ദിവസവും യദുവിന്റെ വാർത്ത, മീഡിയകൾക്ക് ഈ വാർത്ത മുക്കിവെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. കാര്യം നിരന്തരം അപ്ഡേറ്റുകൾ, നിരന്തര സമരങ്ങൾ എല്ലാ ജില്ലകളിലും. ഇന്നൊരു ജില്ലയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ മറ്റൊരു ജില്ലയിൽ, മറ്റന്നാൾ വേറൊരു ജില്ലയിൽ, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അടുത്ത ജില്ലയിൽ. അതായത് ഈ വാർത്തയ്ക്ക് ചൂട് കുറയാതെ ഞങ്ങൾ സൂക്ഷിച്ചു. അവസാനം ഇതിനൊരു കല്ലും നെല്ലും തിരിയണമല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു തീരുമാനമെടുത്തു. ആളേറിയാൽ പാമ്പ് ചാവില്ല, കുറച്ചു പേര് പോണം. നേരെ തിരുവനന്തപുരത്ത് പോയി അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആദ്യമായി ഒരു ചെറുപ്പക്കാരന് വേണ്ടി നിശബ്ദമായി നിന്നുകൊണ്ട് പ്രതികരിച്ചു, പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട്. അതും മീഡിയകൾ വാർത്തയാക്കി. സർക്കാരിന് ഇളകേണ്ടി വന്നു. അതായത് ഒരു വലിയൊരു വൈരാഗ്യം യദുവിനോട് തോന്നിയതും അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതങ്ങ് അണഞ്ഞു പോകുമെന്നാണ് കരുതിയത്. പക്ഷെ അവരുടെ തെരഞ്ഞെടുപ്പിൽ പോലും സ്വാധീനിക്കുന്ന വിധത്തിൽ, ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഈ CPM-ന്റെ കയ്യിൽ നിന്ന് നേരെ BJP-യിലേക്ക് മുഴുവൻ കോർപ്പറേഷൻ തന്നെ പോയതിന്റെ ഒരു കാരണം ഞങ്ങളുടെ ഈ ഇടപെടലും യദുവിന്റെ ഈ വിഷയമാണെന്ന് ഒരു സംശയം വേണ്ട, നമുക്ക് അങ്ങനെ തന്നെ പറയാം. കാരണം അവിടെ നിന്നൊക്കെ നമുക്ക് വരുന്ന ഫോൺ കോളുകൾ,
ഇന്നും എൻ്റെ സൗഹൃദ വലയങ്ങൾ അതിൽ പലരും മരിച്ചുപോയി. യദുവിനെ സഹായിച്ചിട്ടുള്ള ഇപ്പൊ അമേരിക്കയിൽ നിന്നും അതുപോലെ UK നിന്നും ഒക്കെ പലരും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ അയാൾക്ക് ജീവിക്കാൻ വേണ്ടി എത്തിച്ചിരുന്നു. അതിൽ പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. പക്ഷെ അത്രത്തോളം ലോകം എമ്പാടും യദുവിനെ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ ഡിഫറെന്റ് ആംഗിളിൽ സാധിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ സംസാരം അണയാതെ കൊണ്ടുപോകാൻ സാധിച്ചു. ഇതിനിടയിൽ ഞങ്ങൾ ചില കാര്യങ്ങളും ചെയ്തു. അങ്ങനെ മന്ത്രി KB ഗണേഷ്കുമാർ വെറുതെ ഇരിക്കണ്ടല്ലോ. അദ്ദേഹം യദു എന്ന ചെറുപ്പക്കാരൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, നമ്മുടെ വിജിലൻസ് അന്വേഷിച്ചപ്പോൾ അയാൾ കുഴപ്പക്കാരനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് യദു 6 മണിക്കൂറോ 12 മണിക്കൂറോ മൊബൈൽ സംസാരിച്ചു എന്നാണ്. അപ്പൊ അച്ഛൻ നുണ പറയുന്നതിന് ഒരു മര്യാദയില്ലേ. അതുകൊണ്ട് തന്നെയാണ് മൂപ്പരെ വീട്ടിലിരുത്തിയത്. ഏതായാലും യദു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ തൊട്ടിട്ടുള്ള മുഴുവൻ ആൾക്കാരും സൈഡായി. ചിന്തിക്കണം. ഈ കേസിൽ ഞാനതാ പറയുന്നത്, യദു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ 100% ശരിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ കേസിൽ നമ്മളൊരു പർട്ടിക്കുലർ കേസാണല്ലോ എടുക്കേണ്ടേ. ഈ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള KSRTC ഈ വിഷയത്തിൽ ഈഗോ കുരുപൊട്ടി തന്റെ കൂടെയുള്ള കുടുംബാംഗങ്ങളെ ഞങ്ങൾക്കുള്ള പവർ, MLA പവർ, മേയറുടെ പവർ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള ഒരു ഈഗോ, മനസ്സിലായില്ലേ? എന്നാൽ ഞങ്ങളുടെ പവർ ഇതേ കണ്ടോ എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തതിന്റെ ഫലമായി സംഭവിച്ചതാണ്. കാരണം ഈ പാവത്തിന്റെ മണ്ടയിലായിപ്പോയി. അത് ഇത്ര സംഭവമുള്ളൂ. അത് യദു മേയറെ വിളിക്കുന്ന സമയത്ത് ആയിക്കോട്ടെ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം എന്നൊരൊറ്റ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ CPM ഭരിച്ചേനെ. അന്നത്തെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ നേമത്തൂർ പക്ഷെ മത്സരിച്ചേനെ, തോറ്റാലും ജയിച്ചാലും അവിടെ മത്സരിച്ചേനെ. സച്ചിൻ ദേവിന് ഒരുപക്ഷെ MLA സ്ഥാനം കിട്ടിയേനെ. ഇതെല്ലാം നടന്നേനെ. പക്ഷെ ഇതെല്ലാം പോയത് ഒരൊറ്റ അഹങ്കാരം എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. ഏതായാലും ഞങ്ങൾ ഈ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഓർഡിനറി കേരള എന്ന ആ ഒരു വാട്സപ്പ് കൂട്ടായ്മ, അതിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഡിഫറെന്റ് ആംഗിൾസ് എന്നുള്ള വീഡിയോകളുടെ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നത്. പക്ഷെ അന്ന് ഓർഡിനറി കേരള എന്ന് പറഞ്ഞ പേജ് വളരെ പ്രസക്തി ഉണ്ടായിരുന്നു. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് വളരെ പ്രസക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോ ജില്ലകളിൽ നമ്മൾ സമരം നടത്തി. ആ സമരത്തിന്റെ ചൂട് അണഞ്ഞു വരുമ്പോൾ അടുത്ത ജില്ലയിൽ സമരം നടത്തി. അതിന്റെ ചൂട് അണഞ്ഞു വരുമ്പോൾ അതായത് തൊട്ടടുത്ത ദിവസങ്ങളല്ല. കാരണം അത്തരത്തിൽ സമരങ്ങൾ നടത്തി ഇതിങ്ങനെ ഡെയിലി വാർത്തയായി നിന്നപ്പോൾ മാസങ്ങളോളം ചാനലുകൾക്കും പത്രങ്ങൾക്കും ഓൺലൈൻ ചാനലുകൾക്കും വാർത്ത കൊടുക്കേണ്ടി വന്നു, യദുവിന് ഇന്റർവ്യൂ കൊടുക്കേണ്ടി വന്നു, ഇതെല്ലാം കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇത് ഇത്രയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയത്. അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും അത് പ്രതിഫലിച്ചിട്ടുണ്ടാകും. ഒരു പരിധിവരെങ്കിലും പ്രതിഫലിച്ചിട്ടുണ്ടാവും. അതുപോലെ നേമത്തും അത് പ്രതിഫലിച്ചിട്ടുണ്ടാകും. അതുപോലെ സച്ചിദേവിന്റെ മണ്ഡലത്തിലും അത് പ്രതിഫലിച്ചിട്ടുണ്ടാവും. എല്ലാ സ്ഥലത്തും അത് പ്രതിഫലിച്ചിട്ടുണ്ടാവും. അത് മാത്രമല്ല, യദു എന്ന ചെറുപ്പക്കാരൻ പരിഗണിക്കപ്പെടേണ്ടവനാണ് എന്നൊരു തോന്നൽ UDFിലും അത് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ഇരയാണ്. ആ എത്രയോ ഇരകൾ കഴിഞ്ഞു പോകുന്നുണ്ട്. എത്രയോ ഇരകൾ അവരെയൊക്കെ പരിഗണിക്കുന്നുണ്ടോ മറ്റ് സർക്കാർ വരുമ്പോൾ? ഇല്ലല്ലോ. അത് തൽക്കാലം ഒരു ഇലക്ഷൻ സ്റ്റണ്ട് അല്ലെങ്കിൽ ഒരു പ്രചരണം എന്നതിലുപരി അതൊന്ന് പരിഹരിച്ചു കൊടുക്കണമെന്ന് ആർക്കും തോന്നാറില്ല. അങ്ങനെ പരിഹരിച്ചു കൊടുക്കണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അയാൾ സമൂഹത്തിൽ വലിയ ചർച്ചയാകണം. ഇവനൊരു ജോലി കൊടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതെന്തെങ്കിലുമൊക്കെ ആയി മടക്കി കിട്ടും. ഒരു വോട്ട് ചോദിക്കാൻ നമുക്ക് ഒരുത്തനെ പരിഗണിച്ചു എന്നുള്ളത് ജനമറിയും. ആരും അറിയാത്ത ഒരുത്തന് വേണ്ടിയിട്ട് ആരും ഒരു തേങ്ങാപ്പിണ്ണാക്കും ചെയ്യില്ല. അത് കോൺഗ്രസും ചെയ്യില്ല, CPM ചെയ്യില്ല, BJPയും ചെയ്യില്ല, ആരും ചെയ്യില്ല. ഈ യദു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇത്തരത്തിലൊരു പോപ്പുലാരിറ്റി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരെ പരിഗണിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇത്ര പെട്ടെന്നൊന്നും പരിഗണിക്കില്ല. ഒരുപക്ഷെ പിന്നാലെ നടക്കുമ്പോൾ KSRTCയിലെ വീണ്ടും താൽക്കാലിക ഡ്രൈവർ വേക്കൻസി വരുന്ന സമയത്തോ അല്ലാതെയൊക്കെ ഒരുപക്ഷെ പരിഗണിച്ചേക്കും. പക്ഷെ ഇപ്പോഴത്തെ ഞാൻ കുറ്റം പറയുന്നതല്ല. പക്ഷെ അത്തരത്തിലൊരു പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ യദു എന്നൊരു ചെറുപ്പക്കാരന് ഇത്തരത്തിലൊരു പോപ്പുലാരിറ്റി ഉണ്ടാക്കി എടുക്കാൻ ഡിഫറെന്റ് ആംഗിൾസിനും എനിക്കും സാധിച്ചു. അത് കാരണത്താലോ ഏത് കാരണത്തിലായാലും യദുവിനെ സ്നേഹിക്കുന്ന വലിയ ഒരു ജനക്കൂട്ടം ഈ ലോകമെമ്പാടും മലയാളികളായ ഒരു ജനവിഭാഗം ഉണ്ടായി. അവരുടെ പ്രാർത്ഥനകൾ എപ്പോഴും യദുവിനോടൊപ്പം ഉണ്ടായിരുന്നു. അത് വാസ്തവമാണ്. കാരണം നമുക്ക് വരുന്ന കോളുകൾ ഇതിനിടയിൽ ചില കളികളൊക്കെ നടന്നു. അതുകൂടി ഒന്ന് പറഞ്ഞു പോകാൻ നോക്കുകയാണ്. ചില കളികളൊക്കെ നടന്നു. ചില സാമ്പത്തിക തട്ടിപ്പിന്റെ കഥകൾ പറഞ്ഞു. യദുവിന് വേണ്ടിയിട്ട് ഞാൻ പണം പിരിച്ചു എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ യദുവിന് വേണ്ടിയിട്ട് പണം പിരിച്ചിട്ടില്ല. തുടക്കകാലത്ത് ഒരു ലേശം സാമ്പത്തികം യദുവിന്റെ അക്കൗണ്ട് കൊടുക്കാത്തതുകൊണ്ട് എന്റെ അക്കൗണ്ടിൽ വന്നിരുന്നു. അത് ആ ദിവസം തന്നെ ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അതിന് സ്ക്രീൻഷോട്ടും കൊടുത്തുകൂടി അത് കഴിഞ്ഞു. പിറ്റേന്ന് വീണ്ടും ആരോ പൈസ അയക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടരുത്, ഇത് പല പൈസകൾ വരുന്നതാണ്, നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ യദുവിനോട് സംസാരിച്ചപ്പോൾ യദുവിന്റെ അക്കൗണ്ടാണ് പിന്നെ ഞാൻ കൊടുത്തിരുന്നത്. അങ്ങനെ കുറെ ആൾക്കാർ യദുവിന്റെ അക്കൗണ്ടിലേക്ക് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. അത് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല, അറിയേണ്ട ആവശ്യമില്ല. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം യദുവിന്റെ കുട്ടിക്ക് സുഖമില്ലാതിരുന്ന അവസ്ഥയിൽ ആരും അവനെ സഹായിക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ യൂട്യൂബിൽ എന്റെ വീഡിയോ കാണുന്ന ചിലരോട് ചോദിച്ചു. അവരെല്ലാവരും കൂടെ ആ ചികിത്സയ്ക്കുള്ള പണം
പെട്ടെന്ന് ഒരു 2 മണിക്കൂർ കൊണ്ട് എത്തിച്ചു കൊടുത്തു. ആ സമയം തന്നെ ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. കാര്യം ഒരു പണപ്പിരിവിന് വേണ്ടിയിട്ട് ഞാനോ യദുവോ ഇതിന്റെ പിന്നിൽ നടന്നിട്ടില്ല എന്നതാണ് വസ്തുത. അതായത് യദുവിന് വേണ്ടിയിട്ട് പണം പിരിക്കാനോ അല്ലെങ്കിൽ യദുവിനെ ഉപയോഗിച്ചിട്ട് പണം പിരിക്കാനോ രണ്ടിനും ഞാനോ യദുവോ ഇതിൽ ശ്രമിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും യദുവിന്റെ പേരിൽ ഞാൻ കോടികൾ ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ തിരുവനന്തപുരത്തുള്ള ചില പോപ്പുലർ ഫണ്ടിന്റെ കുറച്ച് പ്രവർത്തകരും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചിലരും അതുപോലെ മറ്റു ചിലരുമൊക്കെ ഇതിനിടയിൽ കയറി കളിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ കയറി വന്ന് അവർ വിശ്വാസ്യത വളരെ വളരെ വിശ്വാസ്യരായി നിന്നുകൊണ്ട് നമ്മുടെ അഡ്മിൻ ഗ്രൂപ്പിൽ പോലും കയറി. അത്രയ്ക്ക് വിശ്വസ്തരായിരുന്നു. അവസാനമാണ് ഇവരെ കളി തുടങ്ങിയത്. അവരെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ കള്ളന്മാരായി, കൊള്ളക്കാരന്മാരായി, മറ്റു പലതുമായി, ചുരുക്കം പറഞ്ഞാൽ യദുവുമായിട്ട് ഒരു അകൽച്ച ഉണ്ടാക്കുന്നതിലേക്ക് പോലും അവർ എത്തിച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ചില മനോരോഗികൾ ഉണ്ടായിരുന്നു അവിടെ ദുബായിലും അവിടെയുമുള്ള ചില രോഗികൾ, ചില പെണ്ണുങ്ങൾ, ഇവരൊക്കെ അതിനകത്ത് ഇടപെട്ടു. അങ്ങനെ ഗ്രൂപ്പ് 2 ഗ്രൂപ്പായി. അതങ്ങനെയാണല്ലോ, ഈ ഒന്നുമല്ലെന്നുണ്ടെങ്കിലും ഇതിനെ തല്ലിപ്പിരിക്കാനേ ആൾക്കാരുണ്ടാവുള്ളൂ. അങ്ങനെ 2 ഗ്രൂപ്പാകുന്നു എന്നൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. അവരങ്ങ് ചെയ്തോട്ടെ എന്ന് കരുതി സകല ആൾക്കാരോടും അവരോട് പിന്തുണ കൊടുക്കാൻ പറഞ്ഞു. ഞാനും അവർക്ക് പിന്തുണ കൊടുത്തു. 2ആയിട്ട് നിൽക്കണ്ട, 1ആയിട്ട് നിന്നാൽ മതി എന്ന് കരുതി ഇപ്പുറത്ത് ഓർഡിനറി കേരള തൽക്കാലം ഡിഫറെന്റ് ആംഗിൾസിന്റെ ഗ്രൂപ്പായി മാറി. എന്നിട്ട് എന്റെ എല്ലാ പിന്തുണയും, നമ്മുടെ മുഴുവൻ കൂട്ടത്തിന്റെ പിന്തുണയും അവർക്ക് തന്നെ കൊടുത്തു. അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവരും തമ്മിൽ അടിച്ചു പിരിഞ്ഞു. അതിന്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ള പലരും എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്ത് ചെവി കൊടുക്കുന്നില്ല. ഇങ്ങനെ ഒരു പിന്നാമ്പുറ കഥ കൂടി ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷെ എത്ര പിന്നാമ്പുറ കഥകൾ എങ്ങനെ പറഞ്ഞാലും യദു എന്ന ചെറുപ്പക്കാരനെ സേഫ് ആക്കുന്നതിൽ നമ്മൾ വിജയിച്ചു. അതിൽ കുറച്ച് ചീത്തപ്പേരുകൾ എനിക്കുണ്ടായിത്തരാൻ ചിലരൊക്കെ പരിശ്രമിച്ചത് കൊണ്ട് പിന്നീട് അതിനുശേഷം പിന്നെ ഞാൻ അതിൽ നിന്ന് പിന്നോട്ട് മാറി ഒറ്റയ്ക്ക് മാത്രം ചെയ്യാമെന്ന് കരുതിയിട്ട് പിന്നെ ഒറ്റയ്ക്ക് മാത്രം വീഡിയോ ചെയ്തു വരികയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ വീഡിയോകൾ കുറഞ്ഞിരുന്നത്. യദുവിന്റെ വക്കീലിന്റെ കാര്യങ്ങൾ മാത്രം പറയുന്നു. പിന്നെ യദു എന്നെ വിളിക്കാതെയായി, ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാതെയായി. സ്വാഭാവികമായിട്ടും പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ ചില വിഷയങ്ങളും കൂടി ഇതിന്റെ ഇടയിൽ ഉണ്ടായി. ഇതൊക്കെ ഞാൻ തുറന്നു പറയാണ്, കാരണം അത്രത്ത് മനോവിഷമം കൊണ്ടാണ് പറയുന്നത്. ഒരു സാധു ചെറുപ്പക്കാരനാണ്, അവനെ തെറ്റിദ്ധരിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം പലരും ഉണ്ടാവും. പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ പോകണ്ട എന്ന് കരുതിയിട്ട് തൽക്കാലം നമ്മൾ വഴിമാറി കൊടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് യദുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പിന്നീട് ഞാൻ ചകഞ്ഞു പോകാതിരുന്നത്. ഏതായാലും ഇത് കേസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോ മാധ്യമദ്വാര യദുവിന് ജോലി ലഭിച്ചു എന്നറിയുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ അന്ന് ഇറങ്ങിയതുകൊണ്ട് ആ പോപ്പുലാരിറ്റി ഉണ്ടാകുകയും ആ പോപ്പുലാരിറ്റി ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് ഒരു ഇയാളെ നമുക്ക് ആവശ്യമുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുകയും അയാൾക്ക് ഒരു ജോലി കൊടുത്താൽ ജനങ്ങൾ മുഴുവൻ സംസാരിക്കുമെന്നൊരു ധാരണ ഉണ്ടാവുക വന്നപ്പോൾ അതിന് നമുക്ക് സാധിച്ചു. മാത്രമല്ല, അഹങ്കാരത്തിന് കൈയും കാലും വെച്ച ചില ജനസുകൾ ഉണ്ടല്ലോ, ആ ജനസുകളെ സമൂഹ മധ്യത്തിൽ തുറന്നിടാനും ഒരു പരിധി വരെ തുറന്നിടാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് 2 ദിവസം കഴിഞ്ഞ് ഇട്ടിട്ട് പോയി. പക്ഷെ ഞങ്ങൾ ഇട്ടിട്ട് പോയില്ല. ഞങ്ങൾ മാസങ്ങളോളം ആ വാർത്തകൾ തുടർന്നത് കൊണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവർക്ക് അടിയറവ് പറയേണ്ടി വന്നു എന്നതാണ് ശരി. CPM-ന്റെ കട്ടയും പോലും മടങ്ങിപ്പോയി യദുവിന്റെ കാര്യത്തിൽ. ആ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലും പോയി. ഏതായാലും ഈ പുതിയ സർക്കാരിന് യദു എന്ന ചെറുപ്പക്കാരനെ ഒന്ന് പരിഗണിക്കാനും, ഒരു കുട്ടി മാത്രമാണുള്ളത്, പിന്നെ അമ്മയും അച്ഛനുമാണ്. ആ കുട്ടിക്കാണെങ്കിൽ അമ്മ പോലുമില്ല. അപ്പോൾ അയാളെ ഒന്ന് പരിഗണിച്ചുകൊണ്ട്, അധികാരവർഗത്തിന്റെ അനീതി കൊണ്ട് ജീവിതം വഴിമുട്ടിപ്പോയ ഒരു ചെറുപ്പക്കാരനാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഗണിച്ചതിൽ UDF സർക്കാരിനോടും അതിന് മുൻകൈ എടുത്തിട്ടുള്ള ചാണ്ടി ഉമ്മനോടും, ചാണ്ടി ഉമ്മൻ മറ്റ് പല കേസുകളിലും ഇതുപോലെ മുൻകൈ എടുക്കുന്നുണ്ട്. പല കേസും നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ, ചിലതൊക്കെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അതിലൊന്നാണിത്. ഏതായാലും ചാണ്ടി ഉമ്മനും പിന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന യദുവിനും എന്റെ എല്ലാ ഭാവുകങ്ങളും. Different angles. Don't forget to subscribe and support this channel.